തിരുവനന്തപുരത്തു നിന്നുള്ള കാഴ്ചയാണ്. കോർപ്പറേഷനിലേക്ക് ഇപ്പോൾ സുരേഷ് ഗോപി എത്തുന്നു. ഋഷിപാലുണ്ട്. ഋഷിപാൽ, ചരിത്രത്തിലാദ്യമായി BJP ഭരണം പിടിച്ച കോർപ്പറേഷൻ, അത് തലസ്ഥാനത്ത് തന്നെ. ഇപ്പോൾ സുരേഷ് ഗോപി അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി, വിശദാംശങ്ങൾ ഋഷിപാൽ. സ്മൃതി, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണ്. വോട്ട് എടുപ്പ് അഭിമാനകരമായ നിമിഷമാണ്. തിലകമണിയും എന്നത് വിശ്വാസമായിരുന്നു, ഉറപ്പായിരുന്നു. ഇത് കഴിഞ്ഞ വർഷം സംഭവിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം ഒരുപക്ഷെ സംഭവിക്കാത്തതിന് നടന്ന ചില അപകടാവസ്ഥകളുണ്ടായിരുന്നു. അത് ഇത്തവണ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയ ഒരു കൗണ്ടറിങ് സച്ച് അനോമലീസ്, ആ തത്വത്തിൽ നമുക്കിത് എഫക്റ്റീവായിട്ട് വിജയമാക്കി തീർക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും. That is definite. He is promised. He has promised. He will come. He shall come. All right. Thank you. Thank you. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്ക് തുടക്കമാവുകയാണ്. ചടങ്ങുകൾക്ക് അവിടേക്ക് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. VV രാജേഷ് മേയറായി സ്ഥാനമേൽക്കുകയാണ്. മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മേയറായി VV രാജേഷ് തീരുമാനിക്കപ്പെട്ട ശേഷം മുഖ്യമന്ത്രിയെ രാജേഷ് വിളിച്ചു. രാജേഷിനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു എന്ന വാർത്തയും ഈ ഘട്ടത്തിൽ വരികയാണ്. ഋഷിപാൽ ചടങ്ങുകൾ തുടങ്ങിയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയും എത്തിയിരിക്കുന്നു. കോർപ്പറേഷൻ പിടിക്കുക, കോർപ്പറേഷൻ വഴി തിരുവനന്തപുരത്ത് വിവിധ മണ്ഡലങ്ങൾ പിടിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. VV രാജേഷ് എന്ന പേരിൽ തർക്കമുണ്ടായെങ്കിലും ഒടുവിൽ RSS നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു സംസ്ഥാന നേതൃത്വത്തിന്. അങ്ങനെ VV രാജേഷ് മേയറാവുകയാണ്. പറയാം ഋഷിപാൽ. സ്മൃതി, തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവിടെ മേയറായി VV രാജേഷ് എത്തും. ഇപ്പോൾ സുരേഷ് ഗോപി ഉൾപ്പെടെ BJPയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന എല്ലാ നേതാക്കളും കോർപ്പറേഷനിൽ മേയർ പദവിയിലേക്ക് VV രാജേഷ് ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതൊരു സാങ്കേതികത്വം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം NDAക്ക് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ഒടുവിൽ ഒരു കൗൺസിലർ രാധാകൃഷ്ണൻ പിന്തുണ പ്രഖ്യാപിച്ചതോടെ മേയർ പദവിയിലേക്ക് VV രാജേഷ് വിജയിക്കുമെന്ന് ഉറപ്പായതാണ്. അതിന് തെരഞ്ഞെടുപ്പാണ്. നേരത്തെ 100 കൗൺസിലർമാരാണ്, അതിൽ 99 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ 51 പേർ VV രാജേഷിന് അനുകൂലമായി പരസ്യ നിലപാട്, അതിൽ NDA കൗൺസിലർമാർ ഒഴികെ ഒരു കൗൺസിലർ, അത് രാധാകൃഷ്ണൻ, പരസ്യ നിലപാട് സ്വീകരിച്ച സാഹചര്യമുണ്ട്. ഏതായാലും ശബരിനാഥിനുമൊപ്പം LDFന്റെ സ്ഥാനാർത്ഥിയായി ശിവജിയും മത്സരിച്ചിരുന്നു. ഇനി ഇതിന്റെ ഫലപ്രഖ്യാപനം, അതിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അടക്കമുള്ള കാര്യങ്ങളാണ്. അവിടെ ചില വിയോജിപ്പുകൾ LDFന്റെ പ്രതിനിധികൾ ഉയർത്തിയിട്ടുണ്ട്. ദീപക്കാണ് വിയോജിപ്പ് ഉയർത്തിയിരിക്കുന്നത്. അതിൽ നേരത്തെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കൗൺസിലർമാർ സത്യവാചകം ചൊല്ലിയതിലുള്ള ചില പരാതികളുണ്ട് നിലനിൽക്കുന്നു. ആ പരാതികളുമായി ബന്ധപ്പെട്ട് അവരുടെ വോട്ട് ഉൾപ്പെടുത്താൻ പാടില്ല, അത് പരിഗണിക്കാൻ പാടില്ല എന്ന് പരാതിയാണ് ഉയർത്തിയത്. ജില്ലാ കളക്ടർ, വരണാധികാരിയായ ജില്ലാ കളക്ടർ അംഗീകരിച്ചിട്ടില്ല. അത് കോടതിയെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്.